വിശുദ്ധ ജോൺ മരിയ വിയാനിയോട് ഒരു പ്രാവശ്യം പിശാച് പറയുകയുണ്ടായി, നിന്നെപ്പോലെ 3 ആത്മാക്കളുണ്ടെങ്കിൽ എനിക്ക് ഫ്രാൻസിൽ കാല് കുത്താൻ പറ്റത്തില്ലായിരുന്നു എന്ന്. വെറും 3 ആത്മാക്കൾ, ഒന്ന് ഓർത്ത് നോക്കി. ഈശോയ്ക്ക് 12 പേര് മതിയായിരുന്നു ഈ ലോകം മൊത്തം സുവിശേഷം എത്തിക്കാൻ. അതുപോലെ അപ്പോൾ ഒരാളുടെ പ്രാർത്ഥനയ്ക്കും പരിഹാരത്തിനും ഒക്കെ അത്രയും ശക്തിയുണ്ടെന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ ആ പ്രാർത്ഥനയുടെ ഫലത്തിന് നമ്മൾ തന്നെ ഒരു ലിമിറ്റ് വെക്കും. ഓക്കെ, നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫാമിലീസിന് വേണ്ടി അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് അവിടെ നിർത്തും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ലോകം മൊത്തം രക്ഷിക്കാൻ പറ്റും. വെറോണിക്ക ജിയുലിയാനി എന്ന് പറഞ്ഞൊരു വിശുദ്ധ ഉണ്ടായിരുന്നു, റോമിൽ ജീവിച്ചിരുന്നത്. ആൾ ഒരുപാട് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രിയിലൊക്കെ ഇങ്ങനെ ഭയങ്കര വലിയ മരക്കഷ്ണമൊക്കെ എടുത്ത് കുരിശിൻ്റെ വഴി ചെല്ലുക, അങ്ങനെ ഒരുപാട് ത്യാഗങ്ങളൊക്കെ ഏറ്റെടുക്കുമായിരുന്നു. പറയപ്പെടുന്ന ഇങ്ങനെയാണ്, വിശുദ്ധയുടെ കാലയളവിൽ ജീവിച്ചിരുന്ന സമയത്ത് വളരെ കുറച്ച് പേരെ നരകത്തിൽ പോയിട്ടുള്ളൂ. അത് കാരണം അതുപോലെ ആ വിശുദ്ധ പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത് ഉപവസിച്ച് അങ്ങനെ കുറേ ഇങ്ങനെ ത്യാഗപ്രവർത്തികളൊക്കെ ഏറ്റെടുക്കുമായിരുന്നു. അപ്പോൾ ഒരാളുടെ പ്രാർത്ഥനയ്ക്കും പരിഹാരത്തിനും അത്രയും ശക്തിയുണ്ട്, അത്രയും വില ഈശോ കൊടുക്കുന്നുണ്ട്. ഒരു ചേട്ടൻ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞാണേ, കറണ്ടിന് വരാൻ വയറ് വേണം എന്ന് പറഞ്ഞ പോലെ ഈശോയ്ക്ക് ഒരു ആത്മാവിൽ അല്ലെങ്കിൽ ഒരു പാപിയെ മാനസാന്തരപ്പെടുത്താൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു പ്രാർത്ഥന വേണം, അല്ലെങ്കിൽ ഈശോയ്ക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്, പരിശുദ്ധമ്മയുടെ ഒരു മെയിൻ നിയോഗമാണ് പാപികളുടെ മാനസാന്തരം. അപ്പം ഇന്നത്തെ ലോകത്തിൽ നമുക്കറിയാം തിന്മ ഇങ്ങനെ വിളയാടി നടക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ ഒട്ടും ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാതെ നമുക്കുണ്ടാവുന്ന അനുദിന ജീവിതത്തിലെ ചെറിയ ചെറിയ കുരിശുകൾ, ആലിസ് ആൻറ്റി എന്ന് പറയുന്ന ആൻറ്റി എപ്പോഴും പറയും, നമ്മൾ സഹനമൊന്നും തപ്പിപ്പോകണ്ട, നമ്മുടെ ജീവിതത്തിൽ വരുന്ന നമ്മുടെ ഡെയിലി ക്രോസസ് ഉണ്ടല്ലോ എല്ലാവർക്കും, അത് സന്തോഷത്തോടെ നമ്മൾ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ പാപികളുടെ മാനസാന്തരത്തിനൊക്കെ ആയിട്ട് ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് കാഴ്ച വെക്കാൻ നമ്മൾ അതിനി മറക്കരുത്. നമ്മൾ ഒന്നും ഒരു അവസരം പോലും നഷ്ടപ്പെടുത്തി കളയരുത്.